ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് അർത്തുങ്കൽ പള്ളിയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? ഞങ്ങളിന്ന് രാവിലെ തന്നെ വന്നത് അർത്തുങ്കൽ പള്ളിയിലോട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് നേർച്ചകളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു പുണ്യാളിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതേ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കപ്പോൾ അതിനുള്ള പൈസയൊക്കെ അടച്ചു. ഞങ്ങൾ നേർച്ച കയ്യിലോട്ട് വാങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് പരിചയമുള്ള ചേട്ടന്മാരായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെ കയ്യിലോട്ട് നേർച്ച കൊടുത്തു. ഞങ്ങൾ പിന്നെ ഇത് നേർച്ചയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം പള്ളിയുടെ അകത്ത് വന്നിരിക്കുവാണ്. നല്ല രാവിലെ ആണെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ നേർച്ചയൊക്കെ കൊടുത്ത് കുറച്ചധികം നേരം ഞങ്ങൾ പള്ളിയുടെ അകത്തിരുന്നു കേട്ടോ. പുണ്യാളുടെ രൂപത്തിന് മുമ്പിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു മനസ്സിനൊരു സുഖമാണ്. നമ്മൾ കുറച്ച് നേരം നമുക്ക് പ്രാർത്ഥിക്കാം, മനസ്സിനൊരു സുഖം, സന്തോഷം കിട്ടും കേട്ടോ കുറച്ച് നേരം നമ്മളിവിടെ ഇരിക്കുമ്പോൾ. പിന്നെ കിട്ടിയ നേർച്ചരികളാണ് ദൈവം ഈ കഴിച്ചുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുർബാനയൊക്കെ കുറച്ച് നേരം ഇരുന്ന് കൂടി. പിന്നെ മിനിറ്റിന് ഇവിടെ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ട് ഒത്തിരി കുർബാനകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പിന്നെ പുണ്യാളൻ്റെ അടുത്ത ഞങ്ങളൊരു അടിമ നിറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് ഞങ്ങൾ പോകുന്നത്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അടിമ നേർച്ച, ഒത്തിരി നേർച്ചകളൊക്കെ കൊടുക്കുക, ഉരുള നേർച്ച, അങ്ങനെ ഒത്തിരി നേർച്ചകളുണ്ട്. ഞങ്ങളത് പിന്നെ അടിമയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് നേരം നമ്മൾ നേർച്ചയൊക്കെ കൊടുത്തു. പിന്നെ അടിമ നേർച്ച നമ്മൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം പുറത്തിരുന്നിട്ട് ഞങ്ങൾ കുർബാന കൂടാമെന്ന് കരുതി. കുർബാനയും കൂടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പുറത്തിരുന്ന കാഴ്ചകളൊക്കെ കണ്ട് നേർച്ചരിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നേർച്ചരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പള്ളിയല്ലാതെ ഈ പള്ളിയുടെ തൊട്ട് ബാക്കിലൊരു പഴയ പള്ളിയുണ്ട്. അതായിരുന്നു പണ്ട് കാലം തൊട്ട് ഇവിടെ പണി കഴിപ്പിച്ചിരുന്ന ഒരു പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളി. ഞങ്ങൾ ആ പള്ളിയിലോട്ട് പോയില്ല, പിന്നൊരു ദിവസം പോകാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ നേരിട്ട് ഒന്ന് ചുമ്മാ കടകളിലൊക്കെ കറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇവർ ഭയങ്കര ബഹളമായിരുന്നു, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നും പറഞ്ഞ്. രാത്രി വന്ന് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ ഇവിടെ കളിപ്പാട്ടവും കടകളും ഒക്കെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. ഇവരെന്തൊക്കെ വാങ്ങിക്കണമെന്നുള്ളതൊക്കെയാണ് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടകളിലായാലും എല്ലാവരും നല്ല തിരക്കാണ്. ഇപ്പം രാവിലെ വലിയ തിരക്കായിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ തിരക്കെല്ലാം രാത്രിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി ഞങ്ങൾ വരുവാണ് കേട്ടോ. അപ്പോൾ എല്ലാ കടകളിലും ഈ പള്ളി പരിസരത്തുള്ള കടകളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒത്തിരി വാടക കൊടുക്കുന്നതുകൊണ്ട് ഈ കടകളിലൊക്കെ കുറച്ചധികം പൈസ കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും ഇവർ വാങ്ങിക്കുന്നത്. പക്ഷേ കടപ്പുറം സൈഡിലുള്ള കടകളിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വില കുറവാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വാങ്ങിക്കാനായിട്ട് എത്തി. ഇവിടെ ഒത്തിരി അലുവ, മലർ, പൊരി ഐറ്റംസ്, പോപ്കോൺ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോൾ